Hi friends, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെ മേക്കപ്പ് വീഡിയോ ആണ്. ഏറെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി മേക്കപ്പ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരു സ്കൂളിൻ്റെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ അച്ഛൻ്റെ ഫോണിലാണ് ഇപ്പോഴും വിടുന്നത്. അപ്പോൾ ഏറെ കമൻസ് വന്നൊരു ബ്യൂട്ടിഫുള്ളായി ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആ മേക്കപ്പിന് ആദ്യം ഞാൻ മുടി കെട്ടല്ല ചെയ്യണേ. ഇത് ആദ്യം കെട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒരു ബോ ആക്കിയാണ് ഞാൻ കെട്ടിയേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പൗഡറാണ്. പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു വല്ല തുണിയോ ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ പഴയ വല്ല സാധനങ്ങളും വെച്ച് നമുക്ക് ചെയ്യാം. അവിടെ അച്ഛനും അമ്മയും കൂടി എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടിടണം, അല്ലെങ്കിൽ ജലദോഷം പിടിക്കും. ഇവിടെ എന്നെ കാണുന്നില്ല, കോമഡി ഇട്ടില്ല ഫ്രണ്ട്സ്. അവരത് നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ ഫ്രണ്ട്സ്, മീശമാധവൻ. നെറ്റിയിൽ കുറച്ച് ഇങ്ങനെ നോക്കും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ എനിക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട്. അതിന് പകരം പുതിയതായത് കൊണ്ടാണ് ഞാനൊരു വലിയ ബുഷ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ചെയ്യട്ടെ. ഇവിടെയാണ് കണ്ണാടി, ചെറിയൊരു കണ്ണാടി ഇവിടെ ഉണ്ട്. അപ്പോൾ വീണു തിരുപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ പൗഡർ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പേടിക്കണ്ട, പകലാണ്. കഴുത്തിൽ വേണമെങ്കിൽ ഇടാം, ഞാൻ പുറത്തേക്കൊന്നും ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, നെക്സ്റ്റിലേക്ക് കടക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ഐലൈനർ ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. അപ്പോൾ നമ്മുടെ മറ്റേ തിരിയില്ലേ, ചന്ദനത്തിരി, അത് പിന്നെ കൺമഷി, ഗ്രീൻ കളർ കൺമഷി. ഇപ്പോൾ ഞാൻ ഈ കണ്ണാടി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ ഓഫായി പോയോ? നിങ്ങൾക്ക് വീഡിയോ ഓഫായി പോകുന്ന ഒരു സൗണ്ട് കേൾക്കാം, പക്ഷെ അത് വീഡിയോ ഓഫായി പോകുന്നതല്ല, അത് മറ്റേ പൈസ തീരുമ്പോഴും വരുമ്പോഴൊക്കെ ആ സൗണ്ട് ഉള്ളത്. അടുത്ത കണ്ണിൽ നെക്സ്റ്റ് എടുത്തിട്ട് കണ്ണിലും കൂടി എത്തി കൊടുക്കുക. ചിലവർക്ക് വല്ല കണ്ണൊക്കെ എഴുതുമ്പോഴേ ഒന്നായിട്ട് രണ്ട് സൈഡും താഴെ എഴുതുമ്പോൾ ഒന്നായിട്ട് കിട്ടും. എന്നാലും
എഴുതുമ്പോൾ ചിലവർക്ക് ഒന്നായിട്ടൊന്നും കിട്ടൂല, സെയിം ആയിട്ട് കണ്ണിൽ വരൂല. അപ്പോൾ നമ്മൾ കണ്ണെഴുതിയിട്ടുണ്ട്. ഞാൻ തിന്നായിട്ടാണ് കണ്ണെഴുതാറുള്ളത്. ഇവിടെ കൊട്ടണ ഒഴുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഉണങ്ങിയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് കൺമഷി ആയതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ലിപ് ബാമാണ്. കൂട്ടുകാർ, പണ്ടൊക്കെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇല്ല, ഇപ്പോൾ ലിപ് ബാമും ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട്. പക്ഷെ പണ്ട് അമ്മമാർ കാണാതെ നമ്മൾ സിന്ദൂരമൊക്കെ എടുത്ത് ചുണ്ടി തേക്കാറുണ്ടായിരിക്കും. നിങ്ങളങ്ങനെ ചെയ്യണമെങ്കിൽ താഴെ ലിങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. പറയാൻ പറ്റില്ല, മറന്നൊക്കെ പോന്നു. നമുക്ക് ഓക്കെ, ഇപ്പം ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സാധാരണ ഇതെന്താണെന്ന് പിടികിട്ടിട്ടില്ല. നിങ്ങൾ വിചാരിക്കും മോതിരമോ കമ്മലോ മാലയോ അങ്ങനെ ഇട്ട്. പക്ഷെ ഇത് മോതിരവും കമ്മലും മാലോ ഒന്നുമല്ല ഫ്രണ്ട്സ്. എവിടെ പോയി അതൊക്കെ? എട്ടേലുണ്ട്. പൊട്ടാണ് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് കണ്ണെഴുതണ ഇഷ്ടമൊക്കെയാണ്. കണ്ണെഴുതണ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ചില ദിവസം സമയം കിട്ടാത്തപ്പോൾ ഞാൻ കണ്ണെഴുതും. ഈ ശബ്ദം എനിക്ക് പൊട്ട് സ്റ്റിക്കർ പൊട്ടായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ആദ്യമൊക്കെ ഞാൻ ഇനി പൊട്ടാണ് യൂസ് ചെയ്യണം. ഞാൻ അല്ലെങ്കിൽ വേണ്ട ഫ്രണ്ട്സ്, സ്റ്റിക്കർ പൊട്ട് വേണ്ട. ഞാൻ ഇനി സ്കൂളിൽ പോകുമ്പോൾ തൊടുന്നത് എങ്ങനെ ഇരിക്കണം. കൊളായി പോകുമോ? കൊളായെങ്കിൽ തുടച്ചിട്ട് ഒന്നും ചെയ്യേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ പോലെ ആയിട്ടുണ്ട്. അയ്യോ, കറക്റ്റായി. അയ്യോ ഫ്രണ്ട്സ്, എനിക്കിതാണ് പ്രശ്നം. ഒന്നും കൂടി തൊടണം ഫ്രണ്ട്സ്. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിരികം എഴുതണ്ട. സ്കൂളിൽ പോകുമ്പോൾ പിരികം എഴുതാറില്ല ഫ്രണ്ട്സ്. ചില ദിവസം ഷെയ്ഡ് ചെയ്യും, സമയം കിട്ടുമ്പോൾ ഷെയ്ഡ് ചെയ്യും. അപ്പം ഞാൻ മയ്യാക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെയാണ്
ഇതുപോലത്തെ കുറേ ബുഷ് എൻ്റെ കയ്യിലുണ്ട്. ഇതെൻ്റെ പഴയ ബുഷാണ്. പഴയതല്ല, പുതിയതൊക്കെയാണ്. പക്ഷേ ബുഷാണ്. അപ്പോൾ എന്താ അമ്മ എന്നെ വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വരാം. നിങ്ങൾ പോരുതേ. അപ്പോൾ വന്നിട്ടുണ്ട്. അമ്മ എന്നെ വിളിച്ചത് അച്ഛൻ ഇരിക്കുന്നുണ്ട്. മര്യാദക്കിരിക്കാൻ പറ്റുള്ള. ഓക്കെ, അപ്പം നമ്മൾ റിബൺ കെട്ടാൻ എനിക്ക് പറ്റില്ല, കാരണം റിബൺ എവിടെ എടുത്ത് വെച്ചേക്കുന്നു. അതുകൊണ്ട് ഞാൻ റിബൺ എല്ലാവർക്കും അറിയാക്കി എങ്ങനെ കെട്ടണേന്ന്. ഇവിടെ 2 സൈഡിൽ മുടി ഞാൻ വെറുതെ പിന്നിടൂല കേട്ടോ. വെറുതെ ഇതിങ്ങനെ കിട്ടും. എന്നിട്ട് അതിൽ റിബൺ കെട്ടണം. ഇതെല്ലാവർക്കും അറിയാം. ഫ്രണ്ട്സ്, ഈ മുകളിൽ പൊങ്ങിക്കിടക്കണ മുടിയൊക്കെ ശരിയാക്കട്ടെ. ഞാൻ ഈ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ചെയ്യണേ. ഞാൻ കണ്ണാടിയിൽ തിരിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. ഫോണാണ് കേട്ടോ ഫ്രണ്ട്സ് കാണണേ. അപ്പോൾ ഞാൻ ചെയ്യട്ടെ. നന്നായിട്ട് മുടി വെക്കാൻ പറ്റുള്ള. അമ്മ കെട്ടണ പോലെ കെട്ടാൻ എനിക്ക് അധികം അറിയില്ല. പക്ഷെ അമ്മ നല്ല രീതിക്കൊക്കെ കിട്ടും. എനിക്കങ്ങനെ ഇതായിട്ടൊന്നും അറിയില്ല. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. എനിക്കറിയാം കേട്ടോ 2 കൊമ്പ് നല്ലോണം കെട്ടാൻ അറിയാം. പക്ഷെ രീതി ആയിട്ട് അമ്മ കെട്ടണ പോലെ രീതിയായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും അറിയാം കെട്ടുന്നു. അമ്മ കെട്ടണ പോലെ ആയിട്ടുണ്ട്. അമ്മ കെട്ടണ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോ. പതുക്കെയാണ് ഇങ്ങനെ. കയ്യൊക്കെ മാറിക്കുന്നു. വലിയ കഷ്ടമാണ്. അവിടെ TV വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇനി അടുത്തത് ഞാൻ വെക്കണ റാ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ആ റാ ഞാൻ കണ്ടുപിടിച്ചിട്ട് വേഗം വരാം ഫ്രണ്ട്സ്. ഈ റാ ഞാൻ ഓർത്ത് ഇവിടെ ഉണ്ടെന്ന്, പക്ഷെ ആ റാ ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഞാൻ വേഗം കണ്ടുപിടിച്ചിട്ട് വരാം. അപ്പം ഞാൻ വന്നു, റാ കണ്ടുപിടിച്ചു, വേഗം കിട്ടി. ഓക്കെ, അപ്പോൾ കാണുന്നതിന് കണ്ണാടി നോക്കിയാണ് ഉണ്ടായിരുന്നു ആ സാധനം. കുറേ ഉണ്ട് ഇതുപോലത്തെ ക്ലിപ്പ്. ഞാനിപ്പോൾ ഒരെണ്ണം വെക്കണം. ഇവിടെ വെക്കാനുള്ള ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വെക്കണം. ഇനി ഇത് വെക്കണില്ല, ഇപ്പോൾ വെക്കില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. എന്താ പറയാ, ഒരു കാര്യം പറയാൻ മറന്നു ഫ്രണ്ട്സ്. എനിക്ക് യൂണിഫോം കിട്ടിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ യൂണിഫോം ഇട്ട് കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ സ്കൂളിൽ പോകുമ്പോൾ ഫസ്റ്റ് ആയി ഞങ്ങൾക്ക് കളർ ഡ്രസ്സാണ്. അപ്പോൾ
അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. ദിസ് ബൈ ഫ്രണ്ട് അനൂസ് വ്ളോഗ്. എനിക്ക് 2 സൈസ് ഉണ്ട്. ഇന്ന് ഇത് അച്ഛൻ്റെ ഫോൺ ആയതുകൊണ്ട് അനൂസ് വ്ളോഗ്, അമ്മയുടെ ഫോണിലായതുകൊണ്ട് അന്ന സ്പെഷ്യൽ വേൾഡ് ആണ്. കണ്ടു നോക്കൂ. ബൈ.